അയ്യോ താഴെ അടിപൊളി. ഓ എൻ്റെ അമ്മേ അയാളിപ്പോൾ വീടേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു കുഞ്ഞു ടൂറിന് പോവാ, ഒരു 1 ഡേ ടൂർ. എല്ലാം റെഡി ആയിട്ടുണ്ട്. ടേ എല്ലാം റെഡി ആയിട്ടിരിക്കുക. ഞങ്ങളപ്പോൾ ഇന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേര് വോലോങ്ങോങ്. സബരി ചേട്ടൻ ഇപ്പം അങ്ങോട്ട് വന്നു. ഹലോ സുധിനെന്തി ആമി അതു ടാറ്റ കാണിച്ചേ. അവര് പറഞ്ഞ വിളിച്ച് നമ്മളെ ഇറങ്ങുമ്പോഴും പറഞ്ഞാൽ പറഞ്ഞു. മക്കളെ കൂടെ നോക്കിയേ. ഓ മൈ ഗോഡ്. ഓക്കെ വിട്ടു. 1 ഡേ ടൂറിൻ്റെ പ്ലാൻ ചെയ്താൽ ഇത് 3 ഡേ ടൂറായി മാറി. അതിൻ്റെ കഥ വഴിയേ പറയാം. അങ്ങനെ ഞങ്ങൾ 3 ഫാമിലിയായിട്ട് യാത്ര പുറപ്പെട്ടു. നല്ലൊരു യാത്രയായിരുന്നു. നമ്മുടെ അപ്പൂപ്പനും കൊച്ചുകുട്ടികളിൽ ഒരാളായിട്ട് മാറിയ നിമിഷം ഭയങ്കര രസമായിരുന്നു. എന്തോ വെച്ചാ ആരംഭിക്കാൻ പോകുന്നത്? ക്വിസ് ആരംഭിക്കുകയാണ്. അതായത് 4 കാലുള്ള തുമ്പിക്കൈയുള്ള ഒരു മൃഗം. 4 കാലുള്ള തുമ്പിക്കൈയുള്ള മൃഗം സ്പൈഡർ. പൊട്ടൻ ചങ്കരൻ കാർത്തിക്. കഴുത്തിന് ഭയങ്കര നീളമുള്ള ഒരു മൃഗം. എനിക്ക് എപ്പോഴും എവിടെ കണ്ടാലും ഫോട്ടോ എടുക്കണം. ഇപ്പൊ അതങ്ങ് മാറിയില്ലേ അച്ഛാ? ഇപ്പൊ അതങ്ങ് മാറിയില്ലേ? കാരണം എന്താണെന്നറിയോ, ഞാനും ഇവിടെ വന്ന ടൈമില് എവിടെ എന്ത് കണ്ടാലും ഒട്ടനെ വീഡിയോ അല്ലെ ഫോട്ടോ, വീഡിയോ ഫോട്ടോ, വീഡിയോ ഫോട്ടോ. പക്ഷെ ഇപ്പൊ അതില്ല. സത്യം, ഒരു പ്രാവിനെ കണ്ടാലെടുക്കും, കാക്കേനെ കണ്ടാലെടുക്കും. നിങ്ങളൊക്കെ ആരാണ് മനസ്സിലാവുന്നില്ലല്ലോ. ഹലോ, എവിടെ കണ്ടു പരിചയമുണ്ടല്ലോ. നമ്മൾ പണ്ട് കോളേജിൽ ഒരുമിച്ച് പഠിച്ചു. നിങ്ങള് യൂത്തായിരിക്കണ്ടല്ലോ. ഇവിടെ നിയർ ബൈ ഉള്ള ഒരു പെട്രോൾ സ്റ്റേഷനിൽ കയറി പെട്രോളൊക്കെ അടിച്ച് നേരെ ഞങ്ങൾ പോയി. ഞങ്ങൾ ആദ്യം പോകുന്നത് സ്റ്റാൻവെൽ ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതൊരു ലുക്ക് ഔട്ട് പോയിൻ്റാണ്. ബീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതിന് അടുത്ത് തന്നെ വെങ്കടേശ്വര സ്വാമിയുടെ ക്ഷേത്രമുണ്ട്. പക്ഷെ അവിടെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ ആ സ്റ്റാൻവെൽ ടോപ്പിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കുട്ടികൾ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ഓടിച്ചാടി നടന്നു. പിന്നെ മൊത്തത്തിൽ രസമായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുള്ള സ്ഥലമാണ് ഈ സ്റ്റാൻവെൽ ടോപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഗുഡ് ഫ്രൈഡേ ദിവസത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓർത്തു വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, റോഡും വിജനമായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല ട്രാഫിക്കായിരുന്നു. നല്ലോണം എവിടെയൊക്കെയോ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ എത്തി നമ്മുടെ സ്പോട്ടിലെത്തി. അവിടെ ചെന്നപ്പോഴല്ലേ ഇതൊക്കെ കാണുന്നേ. പാരാഗ്ലൈഡിങ്ങും ഹാൻഡ് ഗ്ലൈഡിങ്ങും എല്ലാം നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടന്നു.
അത് ഏകദേശം ഒരു 11:30-12 മണിയായി. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി. കാരണം ഫസ്റ്റ് ഡേ അല്ലേ, അപ്പം എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നുള്ള ഇതിൽ ഉണ്ടാക്കി കൊണ്ടുപോയി കഴിച്ചു. അവിടെ വെച്ച് കണ്ട 2 പട്ടിക്കുട്ടികളാട്ടോ. കുട്ടികളൊന്നുമല്ല, വലിയ പട്ടികളാണ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവരുടെ പേരൊക്കെ അവരുടെ ടാഗിലുണ്ടായിരുന്നു. ഈ പാരാഗ്ലൈഡിങ് വേണമെങ്കിൽ നമുക്കും ട്രൈ ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും ഭയങ്കര ധൈര്യശാലികളായിരുന്നത് കൊണ്ട് ആരും അതിന് മുതിർന്നില്ല. പിന്നെ അത് മാത്രമല്ല, സമയം ഏകദേശം 20-25 മിനിറ്റ് അതിന് മാത്രമായിട്ട് അവിടെ പോകും. അതുകൊണ്ട് പിന്നെ വേണ്ട വെച്ചു. അയ്യേ Guys, this is ice cream. This is ice cream. ഇവിടെ ഐസ്ക്രീം ട്രക്ക് കണ്ടപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം വേണം. പിന്നെ അയച്ചാൽ എന്നാൽ ഓരോന്ന് മേടിച്ചിട്ട് പോവാം. ഇവിടുന്ന് നേരെ ഞങ്ങൾ എന്തോ കുക്കു ഇത് പിള്ളേരെല്ലാരും ഐസ്ക്രീം കഴിക്കുന്ന ഫോട്ടോ എടുക്കോ? പിള്ളേരെല്ലാരും അമ്മച്ചി കണ്ണട വെക്കട്ടെ. ആ വണ്ടിക്കിടാൻ ഒരു കാറിൻ്റെ അത്രയും പാർക്കിംഗ് സ്പേസ് വേണമല്ലോ. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഞാനില്ല. പിന്നെന്താ ഇവിടെ പപ്പ് കപ്പ് എന്ന് പറഞ്ഞ് കിട്ടും. ഐസ്ക്രീമിന് നോക്കി വയ്ക്കാം. ജംബോ സർക്കസ് മറിഞ്ഞു വീഴരുത്. പിന്നെ ആകാശത്തൂടെ പോകുന്ന പാരാഗ്ലൈഡിങ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ അതെങ്ങനെയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് കാണുന്നത്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. ബട്ട് ലൈവായിട്ട് കാണുക അതൊരു സ്പെഷ്യൽ തിങ് അല്ലേ. അതിൻ്റെ ഇടയിലാണ് വേറൊരു കാര്യം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ, ഒരു പാരാഗ്ലൈഡർ വിത്ത് ട്രെയിനറാന്നേ. ശരിക്കും അതൊരു മിസ്ഡ് ആക്സിഡൻറ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ശരിക്കും കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി. ഞാൻ ശരിക്കും ഓർത്തു പുള്ളി വീണു, അത് മിസ്സായി വീണു എന്ന് തന്നെയാണ് വിചാരിച്ചത്. ഈവൻ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളും അത് ശരിക്കും ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു, വീഴുമോ എന്നുള്ള രീതിയിലാണ് പുള്ളിയും നിന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ പാരാഗ്ലൈഡർ ചേട്ടൻ അത് ഉയർത്തി പറന്നു പോകുന്നത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. എനിക്കതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. പറന്നു പോ ചേട്ടാ അങ്ങോട്ട്, പറക്ക് ചേട്ടാ അങ്ങോട്ട്. അല്ല പിന്നെ അടിപൊളി. അയ്യവാ, അതെ നമ്മളും ആ ചേട്ടൻ്റെ കൂട്ടത്തിൽ പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടായിരുന്നു സ്റ്റാൻവെൽ ലുക്ക് ഔട്ട് പോയിൻ്റ്. ഫിനിഷ് ചെയ്തു, എല്ലാം കണ്ടു. ഇനി ഞങ്ങൾ നേരെ ഞങ്ങളുടെ റിസോർട്ടിലോട്ട് പോവാം. അടുത്ത വീഡിയോസിൽ അടുത്ത എവിടെയൊക്കെ പോയെന്ന് കാണിക്കാം. ബൈ ബൈ.